ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വര്യേ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണമതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണത്തിൻ്റെ ഈ ഒരു ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. ഇന്നലെ നമ്മൾ ലൈവില്ലായിരുന്നു. ഇന്നലെ എൻ്റെ ഇല്ലത്ത് വെച്ച് ഒരു കാവടി പൂജയായിരുന്നു. അതായത് ഈ 1-ാം തീയതി വൈകുന്നേരം എൻ്റെ അച്ഛനും അമ്മയും കൂടി പളനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീടുകൾ, ഏകദേശം 108 വീടുകളോളം അമ്മ കാവടി എടുത്തു കഴിഞ്ഞ് ആ കാവടി അത് പൂജിച്ച കാവടി മാറ്റുന്ന സമയത്ത് അത് ഒരു കാവടി പൂജയോട് കൂടി വേണം അത് മാറ്റാനെന്നാണ്. അപ്പം അങ്ങനെ അതിൻ്റെ പൂജയായിരുന്നു ഇന്നലെ വൈകുന്നേരം. അപ്പോൾ അത് ഏകദേശം 8:30 കൂടി തുടങ്ങി 9:45 അത് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ അതിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ അത് നേരത്തെ കഴിയുമെന്ന് വിചാരിച്ചു, പക്ഷേങ്കിലും അത് അത്രയും കഴിഞ്ഞില്ല. അപ്പോൾ എന്നായിരുന്നാൽ പോലും ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉചിതമല്ല. അപ്പോൾ അതിലെത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്നലെ എത്താതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി അജിത മുരളി നമസ്കാരം. ശ്രീദേവി നമസ്കാരം. ഗീതാജി പിള്ള നമസ്കാരം. സുധാകരൻ TP നമസ്കാരം. പ്രകാശ് EG നമസ്കാരം. രാധ സദാശിവൻ നമസ്കാരം. സുരേഷ് വാസുദേവ് നമസ്കാരം. സുജ നമസ്കാരം. രാജേഷ് ശർമ്മ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരുടെയും ഇന്ന് പൊതുവെ നല്ല കാലാവസ്ഥയായിരുന്നു എങ്കിൽ പോലും പിന്നീടത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മഴയായി. പല സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനിയുമുള്ള ദിവസങ്ങളിൽ എന്ന് വിചാരിക്കുകയാണ്. നമുക്കെന്തായിരുന്നാലും രാമായണത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അയോധ്യാകാന്ഡത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിയ
ആ, ഭരതകുമാരൻ തൻ്റെ ജ്യേഷ്ഠനില്ലാതെ താൻ തിരികെ പോകില്ല. കാരണം ഈ വംശകം അല്ലെങ്കിൽ ഇക്ഷ്വാകു വംശസ്ഥരായിരിക്കുന്നവരാരും ഇന്ന് വരെ ഒരു പതിവ് തെറ്റിക്കാതിരുന്നിട്ടുണ്ട്. കാരണം സഹോദരന്മാരുണ്ട് എങ്കിൽ ഏറ്റവും മൂത്ത സഹോദരനാണ് രാജ്യഭരണം നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യാസം ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇപ്രാവശ്യവും ഈ ഭരതനായിട്ട് ആ ഒരു പതിവ് തെറ്റിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ഇതിൻ്റെ രാജകീയമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇരുന്നാലും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടേതായിരിക്കുന്ന ചിന്തകൾക്കൊക്കെ അനുസൃതമല്ലാതെ നമ്മൾ പ്രവർത്തിക്കപ്പെട്ടാൽ ഈ വന്നിരിക്കുന്ന രാജകീയ പ്രൗഢികൾക്കും രാജകീയ സുഖങ്ങൾക്കും ഒന്നും ഒരു ബലമുള്ളതായി തോന്നുകയില്ല. അതുതന്നെയല്ല, ഇതിൻ്റെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ അതിപ്രധാനമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഗുണത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ആ ദശരഥ മഹാരാജാവിൻ്റെ വാക്ക്, നമ്മളുടെ അച്ഛനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് അദ്ദേഹം എപ്പോഴായിക്കൊള്ളട്ടെ, ഏതവസരത്തിലായിക്കൊള്ളട്ടെ, ഏത് തലത്തിലായിക്കൊള്ളട്ടെ, അദ്ദേഹം കൊടുത്ത വാക്കിനെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സഹിച്ചേട്ടാ നമസ്കാരം. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ പാരമ്പര്യത്തിന് മറ്റൊരു സവിശേഷത. അതാണ് കാരണം ഈ വംശത്തിൽ പിറന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു അച്ഛൻ്റെയും നല്ലൊരു അമ്മയുടെയും മക്കളായി നമ്മൾ നിൽക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ വാക്കുകളെയും പ്രവർത്തികളെയും എല്ലാം നമ്മൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ചിന്തിക്കാതെ നമ്മൾ ഏത് വലിയ ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിരുന്നാലും ശരി, അതിനൊന്നിനും ഒരു വലിയ ബലമുള്ളതല്ല. അപ്പോൾ ഒരു ബലമുള്ളതായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ കുടുംബത്തിൻ്റെ ആ ഒരു സവിശേഷമായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ചെയ്യണം. അതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ്റെ അനുവാദത്തോടു കൂടി സുബ്രഹ്മണ്യൻ നമസ്തേ. അപ്പം രാമൻ്റെ പാദുകങ്ങൾ ഭരതകുമാരൻ സ്വീകരിച്ചുകൊണ്ട് തിരികെ പോയി. പക്ഷെ അയോധ്യയിലേക്ക് അങ്ങോട്ടില്ലാതെ ഞാൻ അയോധ്യയിലേക്ക് പോകില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാലം തൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണോ നിന്നത് അതേ വിധത്തിൽ തന്നെ താനും നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരതൻ ആ ഒരു താപസ വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മൾ സഹോദര ബന്ധങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രാമായണത്തിൻ്റെ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടിടത്ത് ഉള്ള ഒരു മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. രാമായണത്തിൽ രാമൻ്റെയും ഭരതൻ്റെയും രാവണൻ്റെയും സീതയുടെയും ഹനുമാന്റെയും കഥകൾ പറഞ്ഞു തരുന്നു എന്നുള്ളതല്ല നമുക്കവിടെ കാണേണ്ടത്. രാമൻ്റെ അയനം എന്ന് പറയുന്നത് രാവുമായുവാനുള്ളതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളിലെ ആ രാവ് എന്താണെന്ന് നമ്മൾ അറിയണം. ദിനേശേ നമസ്തേ. സുഭാഷ് നമസ്കാരം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഈ രാമായണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സവിശേഷമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന തത്വങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തത്വങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാതെ നമുക്ക് ഈ രാമായണം വായിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമാകുന്നില്ല എന്നുള്ളതാണ്. നിതീഷ് ജി കുറുപ്പ് നമസ്തേ. രജനി നമസ്കാരം. നിതീഷ് എൻ്റെ അയലോക്കമാണ് കേട്ടോ. വിദേശത്താണെങ്കിലും എൻ്റെ അയലോക്കമാണ്, എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അപ്പം അങ്ങനെ വളരെ സവിശേഷമായിരിക്കുന്ന ഒരുപാട്
കഥകളും തത്വങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ രാമായണത്തിൻ്റെ തത്വം. അപ്പോഴേ അത് രാവുമായുവാനുള്ള രാമായണമായി നമുക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഒരു മകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച രാമായണം, ഒരച്ഛൻ എങ്ങനെയാകണം, അച്ഛൻ എങ്ങനെയാകരുത് എന്നും പറഞ്ഞു തന്നത് ഈ രാമായണമാണ്. കാരണം ഈ വഴിയെ പോയാൽ ഇന്നതാണ് ഫലം, ഇന്ന വഴിയെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇന്നതാണ് ഫലം എന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത് ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതായത് എല്ലാ വിധത്തിലും രാമായണ എന്നിടയ്ക്ക് ഞാൻ വേറൊരു ചിന്ത ശ്രീ ഹരിദാസ് പറഞ്ഞതിനെ പറ്റി ഞാനൊന്ന് ഓർത്തു. ഷെയർ ഓപ്ഷൻ പ്ലേസ് എന്ന് പറഞ്ഞു, ഇത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അല്ല, ഒന്നും ബാക്കിലോട്ടൊന്ന് ഇറങ്ങിയാൽ അതിൽ വീഡിയോയിൽ നിന്ന് ബാക്കിലോട്ട് ഇറങ്ങിയാൽ അതിനകത്ത് ഷെയർ ഓപ്ഷൻ വരുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിന് ഷെയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് കോമളവല്ലിയൻ കോമള, നമസ്തേ അമ്മേ. അപ്പോൾ രാമായണത്തിലൂടെ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ഇന്ന വഴിയെ പോകരുത്, അതായത് വിധി നിഷേധങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്ന് തന്നെയാണ്. ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ചെയ്താൽ ഇതാണ് കുഴപ്പം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ വേണം ഉൾക്കൊള്ളണം എന്നുള്ളത് നമ്മളുടെ മനോഭാവമാണ്, മനോധർമ്മമാണ് എന്നുള്ളതാണ്. ആ മനോധർമ്മമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പ്രത്യേകമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന്. ഓക്കെ ഹരിദാസ്, താങ്ക് യു. അപ്പം അങ്ങനെ ഇന്ന് ഏകദേശം 106 ഷെയർ കിടക്കുന്നതാണ് ഞാൻ ചിന്തിച്ചത്. ഹരിദാസിനെ പോലുള്ളവരൊക്കെ അത് ഷെയർ ചെയ്യുന്നത് കൊണ്ടാകാം. അപ്പം എന്തായിരുന്നാലും നമുക്കത് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് എന്ന് ഉള്ളത്. അപ്പം ഇത് പറയുന്നതോട് കൂടിയിട്ടാണ് അയോധ്യാകാന്ഡം നമുക്കവിടെ തീരുന്നത്. കാരണം അയോധ്യയിൽ നിന്നും, അതായത് ബാലകാന്ഡത്തിൽ നിന്നും അയോധ്യയിലേക്ക് എത്തി, ആ അയോധ്യയിൽ നിന്നും നമ്മൾ അടുത്ത വിഷയമായിരിക്കുന്ന ആരണ്യകാന്ഡത്തിലേക്ക് കയറുകയാണ്. ഈ ആരണ്യകാന്ഡത്തിൽ ഒരു പ്രത്യേകതകളുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല അമ്മയുടെ മനോധർമ്മത്തെ പറയുന്ന സീതാദേവിയുടെ ഒരവസ്ഥയെ പറയുകയാണ്. കാരണം സീതാദേവിയുടെ മുഖത്ത് ഒരു വൈഷമ്യത്തെ കണ്ട രാമൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ജാനകീദേവി, നിന്റെ മുഖത്തൊരു എന്തോ ഒരു പ്രയാസം പോലെ കാണുന്നു, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സീത പറയുന്ന കാര്യങ്ങൾ അതേപടി ഞാൻ നിങ്ങളോട് പറയേണ്ടതാണ്. അതിലൊരു കാര്യവും നമുക്ക് മാറ്റി വെക്കാനില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അങ്ങ് പറയുകയാണ്. അല്ലയോ നാഥ, ഇത് പ്രത്യേകിച്ചായിട്ട് ഒന്നുമില്ല, എങ്കിലും അമ്മയുടെ യാത്രയെക്കുറിച്ച് ഞാനൊന്ന് ഓർത്തു പോയതാണ്. എന്തൊരു ദുഃഖമാണ് ആ മനസ്വിനി അനുഭവിക്കുന്നത്. പെറ്റ മകനെ കാണാൻ വന്ന അമ്മയുടെ പോക്ക്, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഭർത്തൃദുഃഖവും പുത്രദുഃഖവും ഒരുപോലെ ഒരു പുണ്യവതിയെ കടിച്ചു കീറുകയാണ്. ഒരു മകളുണ്ടായി, അവളെ അന്യന് ദാനം ചെയ്തു. ശാന്ത എന്നൊരു മകളുണ്ട്, നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്. ഒരു ദാനം ചെയ്തു, ആറ്റുനോറ്റ് പിന്നീട് ഒരു മകനുണ്ടായി. ആ മകൻ കാട് കയറി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങയുടെ മാതാവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് മകനെ നല്ലവണ്ണം ഒന്ന് കണ്ടോ, കാണാൻ സൗകര്യമുണ്ടോ? ഇവിടെ വന്നിട്ട് എന്നെ ചുംബിച്ചതിനും ആലിംഗനം ചെയ്തതിനും ഒന്നും കണക്കില്ല. എന്നെ മടിയിലിരുത്തി ഏതെല്ലാം തലത്തിലാണ് ആ താലോലിച്ചത്. ആ കണ്ണുനീര് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് മുടങ്ങിയിട്ടില്ല. അപ്പൊ ഇത് സീതാദേവി പറയുന്ന സമയത്ത് രാമൻ തൻ്റെ അമ്മയെപ്പറ്റിയാണ് തൻ്റെ ഭാര്യ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാമൻ പറയുന്നത്, സീത, ഈ ലോകം മുഴുവൻ ദുഃഖിക്കാനുള്ളതാണ്, സുഖിക്കാനുള്ളതല്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുഃഖമാണ് ഉള്ളത്. ഇന്ന് ഞാനും ദുഃഖിക്കും, നാളെ നീയും ദുഃഖിക്കും. അങ്ങനെ നാം എപ്പോഴും ദുഃഖത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടണമെന്നില്ല.
നമ്മളുടെ എല്ലാം പ്രയാസം അത് തന്നെയാണ്. നമ്മൾക്കൊക്കെ ഒരു മാനസികമായിരിക്കുന്ന ഒരു ഒരു പ്രതിഷേധം എപ്പോഴുമുണ്ട്, ഇല്ലേ? ഒരു ഒരു നമുക്കെല്ലാം ഒരു നിഷേധാത്മകമായിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മളത് അതെന്താ, എന്തുകൊണ്ടാണ് നമ്മളിൽ അങ്ങനെ ഒരു നിഷേധാത്മകമായിരിക്കുന്ന പ്രതിഷേധം? അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന ചില അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണത്. ഇപ്പോൾ തന്നെ പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കാതെ പോയിട്ടാണ് നമ്മൾ ജയിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാതെ പോയിട്ടാണ് ജയിക്കാത്തത് എന്ന് സ്വയം നമ്മൾ സമ്മതിക്കാൻ തയ്യാറല്ല. പക്ഷേ എൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റത് കൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല, എൻ്റെ പഠിത്തം ഞാനിവിടെ നിർത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ തീരുമാനത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ, ആ തീരുമാനത്തിൻ്റെ നഷ്ടം എത്ര കണ്ടുണ്ട് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പഠിക്കാൻ എന്നെ ടീച്ചർ പഠിപ്പിച്ച വിഷയത്തെ 5 പാഠങ്ങൾ ടീച്ചർ എനിക്ക് നന്നായി പറഞ്ഞു തന്നു. എന്നോട് പല പ്രാവശ്യം ചോദിച്ചു, നിനക്ക് സംശയം വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, എനിക്കൊരു സംശയമില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വീട്ടിൽ പോയി നീ നന്നായി ഇത് പഠിക്കണം എന്ന് ടീച്ചർ പറഞ്ഞു. മധുരമേ നമസ്കാരം. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരുന്നിടത്ത് അത് വീട്ടിൽ പോയി ഞാൻ അത് കൃത്യമായിരുന്ന് വായിച്ച് എഴുതി പഠിക്കാതിരുന്നിട്ട് പരീക്ഷ എന്ന കടമ്പ കടക്കാനായി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചോദ്യപേപ്പർ കണ്ട് ഞാൻ അന്ധാളിച്ചുകൊണ്ട് എനിക്കൊന്നും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്നത് എന്തൊക്കെയോ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എഴുതിയ ഉത്തരങ്ങൾ കൃത്യമല്ലാത്തത് കൊണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പരീക്ഷയിൽ തോറ്റു. അങ്ങനെ പരീക്ഷയിൽ ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ എന്തായി? ഞാൻ സ്വയം തീരുമാനമെടുത്ത്, കണ്ടോ ഞാൻ ആ ക്ലാസ്സിലൊക്കെ എത്രത്തോളം നന്നായിട്ടിരുന്ന ആളാണ്. ടീച്ചർ എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പല പ്രാവശ്യവും ഞാൻ അത് കൃത്യമായി എഴുതി കൊടുത്ത ആളാണ്. ആ സമയത്തൊക്കെ ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പഠിക്കാൻ സമയമില്ലായിരുന്നു, എനിക്ക് അവിടെ പോകണമായിരുന്നു, ഇവിടെ പോകണമായിരുന്നു, അവിടെ പോകണമായിരുന്നു എന്നൊക്കെ 100 ന്യായങ്ങൾ, നമ്മളുടെ ഭാഗത്തിന് 100 ന്യായങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാതിരുന്ന് തോറ്റതിൻ്റെ കാരണം കൊണ്ട് ഞാൻ തോറ്റു, അതുകൊണ്ട് ഞാൻ ഇനി പഠനമേ ചെയ്യുന്നില്ല, എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ബുക്കുകൾ അടക്കി വെച്ച് തൻ്റെ അടുത്ത ഒരു ജോലിയിലേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള കാലത്ത് അവൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല സമയത്തൊന്ന് പഠിക്കാനോ ഒരു നല്ല ജോലി നേടാനോ സാധിച്ചില്ല. ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനിതാ പ്രശോഭ നമസ്കാരം, ഞാൻ അതുകൊണ്ട് എന്താണ്, ഞാൻ ഇവിടെ വന്നിരുന്നതാ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുന്നു, തുച്ഛമായ വരുമാനത്തിൽ എൻ്റെ കൂടെ പഠിച്ചവരിതാ നല്ല ജോലി നേടി നല്ല ശമ്പളം മേടിച്ച് നല്ല കാറിലും നല്ല വീടുമൊക്കെ അത് താമസിക്കുന്നു. എൻ്റെ ഒരു ദുര്യോഗം കണ്ടോ? ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ സ്വയം പരിതപിക്കും, ഞാൻ സ്വയം സഹതപിക്കും, ഞാൻ സ്വയം പ്രതിഷേധിക്കും. അതൊന്നേരം എന്ത് ചെയ്യും? എന്നേക്കാൾ നല്ല ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരെ കാണുമ്പോഴും എനിക്ക് അവനോടൊന്നും എനിക്ക് അവരോടൊന്നും ഒരു പ്രത്യേകതകളുമില്ല, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതമോ ഇങ്ങനെയായിപ്പോയി, അതുകൊണ്ട് അത് എൻ്റെ വിധി ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതമേ നശിച്ചു പോയി എന്ന് പറഞ്ഞ് സ്വയം പരിതപിച്ചുകൊണ്ട്, സ്വയം സഹതപിച്ചുകൊണ്ട്, സ്വയം മാനസികമായി തകർത്ത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയണം, തെറ്റ് നമ്മളുടെ ഭാഗത്ത് തന്നെയാണ്. തെറ്റ് നമ്മളുടെ ഭാഗത്താണെന്നുള്ള ഒരു ഉത്തമമായിരിക്കുന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മൾ ജയിച്ചേക്കാം, നമ്മൾ വിവാഹം കഴിച്ചു, 2 കുട്ടികളായി, ഒരു മോനായി ഒരു മോളായി, നല്ല വലിയ 2 നില കെട്ടിടമായി, വാഹനമായി, ഇതൊക്കെ എല്ലാം നമുക്കുണ്ടാകും. അത് കാലാനുസൃതമായി എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ ഒരു കാര്യമേ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടാണ് തന്നുവിടുന്നത്. ഒരുപാട് കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കഴിവുകളെ നമ്മൾ സ്വയം കണ്ടെത്തി അറിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് നന്നായി പാട്ടുപാടാൻ അറിയാം, ഞാൻ നന്നായി പടം വരയ്ക്കുന്ന ആളാണ്,
ഞാൻ നന്നായി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ എൻ്റെ ജീവിതം പോയി, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇനി ചെയ്യത്തില്ല. ആർക്കു പോയി? നമുക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് കുഴപ്പം? ഞാനിത് ചെയ്തില്ലെന്ന് വെച്ചാൽ ആർക്കാണ് കുഴപ്പം? ആർക്കും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, ഇങ്ങനെയുള്ളവർ അറിയേണ്ടതായിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമസ്തേ ജിജിമോൾ. നമ്മൾ അറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ കഴിവും ഗുണവും ബലവുമുള്ള ഒരാളുണ്ട്. യഥാർത്ഥമായിരിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ട് എന്ന് പറയുന്നില്ലേ? നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് വ്യക്തിത്വമുണ്ട് എന്ന്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ആ വ്യക്തിത്വത്തിന് അവരുടേതായിരിക്കും നമ്മളുടെ സകല കഴിവുകളും കൊണ്ട് നിറഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ നമ്മൾ പിടിച്ചു മുറുക്കി കെട്ടിയിട്ടുകൊണ്ട് നശിപ്പിച്ച് കളയുമ്പോൾ ഒന്നാലോചിച്ചോണം, ഈ നമ്മളിലെ വ്യക്തിത്വം നമ്മളെ സഹതാപത്തോടു കൂടി നമ്മളെ ശപിക്കപ്പെടും. ഞാൻ തയ്യാറായിരുന്നല്ലോ, നിനക്കൊരു പാട്ട് പാടരുതായിരുന്നോ? ഞാൻ ഇനിയും പാട്ട് പാടിയിട്ട് ഇനിയും അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പാട്ട് പാടി ഇനി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതൊന്നുമല്ല വിഷയം. നിനക്ക് പാടാൻ കഴിവുള്ള ആളാണ്, നീ പാടുക. നിനക്ക് ഈശ്വരൻ പാടാൻ ഒരു കഴിവ് തന്നിട്ടുണ്ട്, നീ അത് നന്നായി പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്, നീ നന്നായി അത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ നീ എന്തുകൊണ്ട് നിന്റെ കഴിവിനെ നിനക്ക് ഉത്തമ ബോധ്യമുള്ള ആളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നലെ എനിക്കത് പറ്റിയില്ല, എനിക്ക് ഇന്നലെ കൂട്ടാൻ കിട്ടിയില്ല, എനിക്ക് ഇന്നലെ സാമ്പാർ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ സ്വയം അതുകൊണ്ട് ഇല്ലാതായി കഴിയുമ്പോൾ നീ സ്വയം നശിക്കുകയല്ല, നീ സ്വയം നിന്നെ നശിപ്പിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. ഇതിനകത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും രാമൻ സീതയോട് പറയുന്നതല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. രാമൻ പറയുന്നത്, രാജ്മോഹൻ രാഘവൻ നമസ്കാരം, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും നല്ല കഴിവുകളുള്ളവരാണെന്നുള്ളത്. ഒരു കഴിവുമില്ലാത്തവരായി ലോകത്താരുമില്ല. കൈകളില്ലാത്തവർ ജീവിക്കുന്നില്ലേ നന്നായി, കാലുകളില്ലാത്തവർ ജീവിക്കുന്നില്ലേ നന്നായി, സംസാരശേഷി ഇല്ലാത്തവർ എത്രയോ പേർ നന്നായി ജീവിക്കുന്നു, കണ്ണ് കാണാൻ പറ്റാത്തവർ നന്നായി ജീവിക്കുന്നു, കണ്ണ് കാണാൻ പറ്റാത്തവർ പടം വരയ്ക്കുന്നവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിന്ന് വരെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, അവരൊരു ചെവി കണ്ടിട്ടില്ല. അവരുടെ ചെവിയുടെ രൂപം അറിഞ്ഞിട്ട് അവർ ഒരു പടം വരയ്ക്കും, ചെവിയുടെ രൂപം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രമാത്രം ഇതിനേക്കാൾ എത്രയോ കഴിവുള്ളവരാണ് നമ്മൾ. അവർക്കെല്ലാം ഒരുപാട് അവരുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തി ഉയർന്ന തലത്തിലേക്ക് പോയവരാണ്. ഒരു പരിമിതികളും ഇല്ലാത്തവരായിരിക്കുന്ന നമ്മളുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ മനസ്സാക്ഷിക്ക് തൃപ്തികരമാകുന്ന വിധത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അവിടെയാണ് ഈ രാമായണത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ കൗസല്യാത്മജനായിരിക്കുന്ന തൻ്റെ മകനായിരിക്കുന്ന രാമൻ കാട്ടിലേക്ക് പോകുമ്പോഴും അതിന് അമ്മയായിരിക്കുന്ന കൗസല്യ പറയുന്നു, നീ നിർബന്ധമായിട്ടും പോകാൻ സാധിക്കില്ല എന്ന് കർശനമായ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അതവിടെ തീർന്നേനെ. പക്ഷേ ആ അമ്മ തീരുമാനമെടുക്കാതിരുന്നത്, എൻ്റെ മകൻ എടുത്ത തീരുമാനം എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനം, അവൻ്റെ അച്ഛൻ്റെ തീരുമാനത്തെ അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ എടുത്ത തീരുമാനം. അതിൽ ആ അമ്മ അഭിമാനം കൊള്ളുന്നൊരമ്മയാണ്. പക്ഷേ പെറ്റ വയറിൻ്റെ വേദന എന്ന് പറയുന്നത് അതിന് തുല്യമായി പകരം വെക്കുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പെറ്റ വയറൊന്ന് വേദനിക്കും. ആ പെറ്റ വയർ വേദനിക്കുന്നത് കൊണ്ടാണ് ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്. ഇവിടെ അതാണ് നമ്മൾക്കറിയേണ്ടത്. ഈ സീതയോട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജീവിതം മുഴുവൻ ദുഃഖമാണ് അല്ലേ, അന്ധകാരവും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഈ ലോകത്തുള്ളതെല്ലാം. പക്ഷേ അവയിൽ നിന്ന് വിജയിക്കുവാനായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ, പടവുകളെല്ലാം ഉയരത്തിലോട്ടാണല്ലേ, മുകളിലേക്ക് കയറാനാണ് പടവുകൾ, ഇറങ്ങാനല്ല. നമ്മളുടെ ജീവിതത്തിൽ പടവുകൾ കയറുവാനുള്ളതാണ്. ചിലപ്പോൾ ഇറങ്ങേണ്ടി വന്നേക്കാം, പക്ഷെ എന്നാലും
ഓരോ പടവുകളും കൃത്യമായി പിടിച്ച് കയറുവാനുള്ളവരാകണം നമ്മൾ ഓരോരുത്തരും. അതിവിടെ പറയുന്നുണ്ട് രാമൻ. ഈ ലോകത്തുള്ളതെല്ലാം, അതായത് സുമിത്രാദേവിയുടെ കഥ പറയുന്നുണ്ട്. സീതാദേവി ആ സുമിത്രാദേവിക്ക് ഒരു മകൻ അടുത്തുണ്ട്. ആ യാത്രാവസരത്തിൽ ആ പെറ്റ വയറ് തുള്ളുന്ന തുള്ളൽ കണ്ടോ, സഹിക്കാതെ വയ്യ. ആ വയറ്റത്ത് കണ്ണുകൾ അർപ്പിച്ച് ഞാൻ നിന്ന് കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മകളെ, എൻ്റെ കുഞ്ഞിന് നീയല്ലാതെ ആരും തുണയില്ല എന്ന് ഗദ്ഗതത്തോടു കൂടി പറയുന്ന അമ്മയുടെ വാക്കുകൾ എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്ന സുമിത്രാദേവിയുടെ വാക്കുകളെ സീതാദേവി ഇവിടെ ഓർക്കുന്നു. അപ്പൊ രാമൻ പറയുന്നുണ്ട്, ഇതൊക്കെ മായയാണ്. ഈ ലോകത്ത് മായയായിരിക്കുന്നതെല്ലാം നീ തന്നെ ഒരു മായയാണ് സീത എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ചില വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ സ്വയം അങ്ങ് മാനസികമായി തകരും, ഇല്ലേ? നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഓ, എന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളത് വേണ്ടാന്ന് വെക്കും. അതല്ല നമ്മളുടെ ജയം. എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകും, ഇല്ലേ? ഒരു സ്ഥാപനം നടത്തി, ഒരു കട തുടങ്ങി, കടയിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ചു വെച്ചു. ആ കടയിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു. എന്ത് ചെയ്തിട്ട് പറഞ്ഞു, കടയിൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ആവശ്യക്കാർ വേണമെങ്കിൽ വന്ന് മേടിച്ചു കൊള്ളും. ആർക്ക് വേണമെങ്കിൽ എന്നുള്ളതാണ്. ആ കച്ചവടക്കാരനാണ് വേണ്ടത്. അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നവർക്ക് എവിടെ പോയാലും ഒരു പക്ഷേ നമ്മളുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 10 പൈസ കുറഞ്ഞപ്പുറത്തെ കടയിൽ കിട്ടുമായിരിക്കും. അവരവിടെ പോയി മേടിക്കാതെ നമ്മുടെ കടയിൽ നിന്നും സാധനം മേടിച്ച് അവരുടെ വീട്ടിൽ അവർ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കും സന്തോഷമാകുന്നത്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കടയിലെ സാധനങ്ങൾ പോയപ്പോൾ നമ്മൾ കച്ചവടത്തിൽ നിന്ന് നമുക്കൊരല്പം ലാഭം കിട്ടി, നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു പ്രചോദനമാകുന്നത് കിട്ടി. നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ആര് കൊണ്ടുപോയി വീട്ടിൽ ചോറുണ്ടാക്കി അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഇല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതായിരിക്കുന്ന മറ്റൊരു കാര്യം. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭരത, നമസ്തേ. ഭരതൻ്റെ കല്യാണം എന്നായിരുന്നു? കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നായിരുന്നു ഭരത? ആ ഡേറ്റ് അങ്ങ് മറന്നുപോയി ഞാൻ. അങ്ങനെ ചിത്രകൂടത്തിലൊക്കെ അവർ നിന്നുകൊണ്ട്, ചിത്രകൂടത്തിലായിരുന്നല്ലോ അവർ നിൽക്കുന്നത്, അവിടെ വന്ന എല്ലാവരോടും ഒക്കെ യാത്രാനുവാദമൊക്കെ മേടിച്ചുകൊണ്ട് സീതാദേവിയുമൊത്ത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നവരിൽ വിരിഞ്ച പുത്രനായിരിക്കുന്ന അത്രി മാമുനിയുടെ പുണ്യാശ്രമത്തിൽ അദ്ദേഹം ചെന്നു. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ നമുക്കറിയാം, അനസൂയ. ആ അനസൂയ എന്ത് ചെയ്തു? സീതാദേവിയെ കണ്ടപ്പോഴേക്കും ഓടിച്ചെന്ന് അങ്ങ് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന നല്ല നല്ല വസ്ത്രങ്ങൾ എടുത്ത് അനസൂയ ആ ഭഗവതിക്ക് കൊടുത്തു. ഒരുപാട് ആഭരണാദികൾ കൊടുത്തു. ഒക്ടോബർ 23, ഓക്കെ, ഒക്ടോബർ 23 ഭരതൻ്റെ കല്യാണം, ഓക്കെ. അപ്പോൾ അങ്ങനെ അത്രയും അനസൂയ കൊടുത്ത ഒരുപാട് ആഭരണങ്ങളും ഒക്കെ നല്ല വസ്ത്രങ്ങളുമെല്ലാം സീതാദേവിയെ അണിയിച്ചു. അങ്ങനെ സീതാദേവി എല്ലാം അണിഞ്ഞ് സന്തോഷവതിയായി നിൽക്കുന്നു. എന്നിട്ട് വിന്ധ്യാപർവ്വതത്തിൻ്റെ പർവ്വതസാനു പ്രദേശത്തേക്ക് നടങ്ങി അവർ ദണ്ഡകാരണ്യ വനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ദണ്ഡകാരണ്യ വനത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിക്ക് ഒരു വലിയ തോടുണ്ട്, അതായത് ഒരു നദിയുണ്ട്. അപ്പോൾ അതെങ്ങനെ പോകണമെന്ന് പറയുന്ന സമയത്ത് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുവിടാം, തോണി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തോണിയിൽ കയറ്റി അക്കരെയാണ് ദണ്ഡകവനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദണ്ഡകവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിനകത്തിൽ ഒരു സവിശേഷമായിരിക്കുന്ന ഒരു കഥയുണ്ട് ഈ ദണ്ഡകവനത്തിന്. എന്തുകൊണ്ടാണ് ഇത് ദണ്ഡകവനം എന്ന് പറയുന്നത്?
ഭഗവാന്റെ തന്നെ വംശമായിരിക്കുന്ന വംശസ്ഥാപകനായിരിക്കുന്ന ഇക്ഷ്വാകുവിന് 100 മക്കളുണ്ടായിരുന്നു. അതിലൊരാളുടെ പേരാണ് ദണ്ഡൻ എന്ന പേര്. അദ്ദേഹം വളരെ മിടുക്കനായിട്ട് നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളെ ശുക്രമഹർഷിയുടെ കുലഗുരുവായിട്ടൊക്കെ അദ്ദേഹം നിയമിച്ചു. അപ്പം അങ്ങനെ അശോക് കുമാർ നമസ്കാരം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം ഈ ദണ്ഡകൻ തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ നമുക്കറിയാം യയാതി അല്ല ദേവയാനി, അതായത് യയാതി വിവാഹം കഴിച്ച ദേവയാനി. അപ്പം ഈ ദേവയാനി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയ മാനസികമായ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ആ പെൺകുട്ടിയെ ചെന്ന് കടന്നു പിടിക്കുകയും അവിടെ ഒരു പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആ ദേവയാനി അവിടെ നിന്ന് ഓടി തൻ്റെ അച്ഛൻ്റെ അടുക്കൽ ചെന്നിരുന്ന് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഇവിടെ നിന്നുണ്ടായെങ്കിൽ ഈ സ്ഥലം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ വെണ്ണീറായി പോട്ടെ എന്ന് ശപിച്ചു എന്നാണ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ ഒരു സ്ഥലത്തിന് കഴിയുന്നില്ല എങ്കിൽ അത് താമസയോഗ്യമായ സ്ഥലമല്ല, അത് പിന്നെ ഇല്ലാതായിക്കൊള്ളണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഇദ്ദേഹം ശാപം കൊടുക്കുകയും ഈ ദണ്ഡകകുമാരനും ഒപ്പം അദ്ദേഹത്തിൻ്റെ പടയും ഭണ്ഡാരവും രാജ്യവും സർവവും കത്തിയെരിഞ്ഞ് വെണ്ണീറായി പോട്ടെ എന്നുള്ള ശാപം. അതിനുശേഷം അപ്പം ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്നൊക്കെ പോയി. 7 ദിവസം കൊണ്ട് അവിടെ മുഴുവൻ ഇങ്ങനെ ദണ്ഡകവനം മുഴുവനും കത്തി നശിച്ച് നാമാവശേഷമായി. യാതൊരു ജീവിയും അതുവഴി പോകാതെയായി. അങ്ങനെ ദണ്ഡകന്റെ സ്ഥലമായിരിക്കുന്നത് ദണ്ഡകാരണ്യം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു എന്നാണ്. അറിയാതെയാണെങ്കിലും ഒരിക്കൽ അഗസ്ത്യമുനി അവിടെ എത്തി ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെ താമസം തുടങ്ങി. സൂര്യവംശജാതനായിരിക്കുന്ന ദണ്ഡകന്റെ ദണ്ഡകന് കിട്ടിയ ശാപം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയത്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് സൂര്യവംശജാതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ ചെല്ലുന്നതുമല്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ താമസമൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ദണ്ഡകവനത്തിലൂടെ നടക്കുന്ന സമയത്ത് ശ്രീരാമൻ പറയുന്നുണ്ട്, ഈ വനത്തിൽ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലെ തോന്നുന്നു. അതുകൊണ്ട് ഏറ്റവും മുമ്പിലായിട്ട് നീ നടക്കണം, നടുക്ക് ജാനകിയും പുറകിൽ ഞാനും വന്നുകൊള്ളാം. രജനി രാമേന്ദ്ര നമസ്തേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്തുണ്ട് ഒരു വീഭത്സമായിരിക്കുന്ന രൂപത്തോടുകൂടി ഒരു അസുരൻ അവരുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, താപസവേഷം ധരിച്ച് അതീവ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും കൂടെ കൊണ്ട് ഈ കാട്ടിലേക്ക് വന്ന നിങ്ങൾ എത്ര മഠയന്മാരാണ്! ഇതെൻ്റെ രാജ്യമാണ്, ഇവിടെ എൻ്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പെൺകുട്ടിയെ ഇവിടെ വിട്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു, ഒരിക്കലും പറ്റത്തില്ല, നിന്നെ ഞങ്ങൾ യുദ്ധത്തിന് തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. കാരണം ഈ അസുരൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട്. ഈ ആയുധം അദ്ദേഹം ഉപയോഗിക്കാനായി തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ 2 കൈകളും ശ്രീരാമചന്ദ്രന്മാർ ശരമയച്ച് ഖണ്ഡിച്ചു കളഞ്ഞു. എന്നാലും നടന്നുകൊണ്ട് അദ്ദേഹം ബേബി നമസ്തേ നടന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ ചെന്നു, ഈ സീതാദേവിയുടെ അടുക്കലേക്കായിട്ട് ചെന്നു. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുണ്ട് 2 കാലുകളും അവിടെ ഛേദിക്കപ്പെട്ടു. അപ്പോൾ ശരീരത്തിൻ്റെ കൈകളും കാലുകളും ഇല്ലെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അമ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇങ്ങനൊന്നും ഇവൻ ചാവില്ല, ഇടിച്ച് ചതച്ചൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ് 2 പേരും കൂടി ചെന്ന് നന്നായിട്ട് ഇടിയൊക്കെ കൊടുത്ത്
കൊല്ലാനായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്നും ഒരു നല്ല പ്രകാശം പുറത്തേക്ക് വന്നു എന്നാണ്. എന്നിട്ട് ആ പ്രകാശം പറഞ്ഞു തരികയാണ്, ഇത് തുമ്പുരു എന്നു പേരുള്ള ഒരു ഗന്ധർവനാണ് ഞാൻ. തമ്പുരുവല്ല, തുമ്പുരു. തുമ്പുരു എന്നു പേരുള്ള ഒരു ഗന്ധർവനാണ് ഞാൻ കുബേരൻ്റെ ആശ്രമത്തിലെ ഒരു ദാസനായിരുന്നു. ഞാൻ ഇന്നും ഗന്ധർവന്മാർ നല്ല ഗായകരാണ്, നല്ല കഴിവുള്ളവരാണ്. ഒരു ദിവസം സദസ്സിലേക്ക് ചെല്ലാതിരുന്ന തുമ്പുരുവിനെ അന്വേഷിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന നളകൂപരൻ്റെ ഭാര്യയായിരിക്കുന്ന രംഭയുമൊത്ത് ഞാൻ രതിക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ കണ്ടു. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, നീ എത്രത്തോളം മോശമായ സ്വഭാവമാണ് നീ ഇവിടെ കാണിച്ചത്, അതുകൊണ്ട് നീ ഏറ്റവും വലിയ ദുഷ്ടനായിരിക്കുന്ന ഒരു അസുരനായിട്ട് മാറട്ടെ എന്ന് ശപിച്ചു എന്നാണ്. അങ്ങനെ ഒരു ശാപം കിട്ടി ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം ഞാൻ ശാപമോക്ഷത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തുകയും അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ശാപമോക്ഷം കിട്ടും എന്നും പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രനോട് യാത്ര ചോദിക്കാനായി തുടങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇനിയും എന്താണ് ഞങ്ങളുടെ അടുത്ത കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേബുധു ഗായത്രി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്നും ഏകദേശം 1.5 യോജന എന്ന് പറയുമ്പോൾ 6 നാഴികയോ 8 നാഴികയോ കണ്ട് ദൂരമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കുമ്പോൾ ശരഭംഗ മഹർഷിയുടെ ആശ്രമമുണ്ട്. ഈ ആശ്രമത്തിൽ ചെന്നാൽ അങ്ങേക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിരാധൻ്റെ, ഈ അസുരൻ്റെ പേര് വിരാധൻ എന്നാണ്, തുമ്പുരു എന്ന ഗന്ധർവനായിട്ടുള്ള ആളുടെ അടുത്ത അസുരൻ്റെ പേര് വിരാധൻ എന്ന്, അതാണ് വിരാധവധം. അങ്ങനെ അവിടെ നിന്നും യാത്ര പുറപ്പെടുന്നു. വിരാധൻ്റെ ശരീരമെല്ലാം ഒരു കുഴിക്കകത്തേക്കൊക്കെ ഇട്ട് മൂടി. എന്നിട്ട് പോകുന്ന വഴിക്ക് അവിടെ കുമുദവനം എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്, കുമുദവനം. ഈ കുമുദവനമാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമം. അങ്ങനെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ഇവരെത്തി. അപ്പോൾ ശരഭംഗ മഹർഷി പറയുന്നുണ്ട്, എത്രയോ കാലമായി ഞാൻ ഇവിടെ നിന്ന് രാമനാമം ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ച് അതുണ്ടാകാൻ വേണ്ടിയിട്ട് എത്രയോ കാലമായി ഞാനിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് സന്തോഷവും അനുഗ്രഹദായകവുമായി മാറി. അപ്പം അതുകൊണ്ട് അങ്ങ് ഇവിടെ തന്നെ താമസിക്കുക. അപ്പം ഭഗവാൻ പറഞ്ഞു, അല്ല, എനിക്ക് യോജിച്ചതായിരിക്കുന്ന ഒരു സ്ഥലം കിട്ടട്ടെ, ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ശരഭംഗ മഹർഷി തൻ്റെ ശരീരം അവിടെ ഒരു യോഗാഗ്നിയിൽ ദഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവങ്കിലേക്ക് സായുജ്യം നേടി. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ഇങ്ങനെ അവിടെ നിന്ന് യാത്ര പോകുമ്പോൾ ഈ ശരഭംഗ മഹർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ, അങ്ങ് എനിക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം പറഞ്ഞു തരാമോ, എനിക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരിക്കുന്ന സുധീഷ്ണൻ എന്നു പേരുള്ള ഒരു താപസനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്നാൽ മതി, അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഇവരെല്ലാം പോകാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പർണശാലകൾ, ആശ്രമങ്ങളൊക്കെ ഇവർ കണ്ടു. ഈ ആശ്രമത്തിലൊക്കെ ഉള്ളതെല്ലാം യോഗിവര്യന്മാരായിരിക്കുന്ന സന്യാസിമാരാണ്. അവർക്കെല്ലാവർക്കും അറിയാം ഇതാരാണ് ഈ വരുന്നത്, ശ്രീരാമചന്ദ്രനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്, എന്തിനാണ് വന്നത്, വരുന്നത്, വരാനുള്ളത് എന്താണെന്നുമൊക്കെ അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും വന്ന് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നുണ്ട്.
ആ കൂട്ടത്തിൽ കുറച്ച് സന്യാസിമാരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം അങ്ങ് പോകാൻ. അപ്പോൾ ചോദിച്ചു അതെന്തിനാണ്? അല്ല, ഒന്ന് കണ്ടിട്ട്, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ഒക്കെ അവരവിടെ എല്ലാം ഒന്ന് കാണാനായി നോക്കിയപ്പോൾ ഈ ആശ്രമത്തിൻ്റെ പുറം ഭാഗത്ത് അനവധി എല്ലും തോലുകളും കിടക്കുന്നു, എല്ലുകൾ കിടക്കുന്നു, തലയോട്ടികളും എല്ലുകളും ഒക്കെ കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രന് വളരെ വിഷമമായി. അദ്ദേഹം ചോദിച്ചത് ആശ്രമ പരിസരത്ത് എന്താ ഇങ്ങനെ കിടക്കുന്നേ? അപ്പോൾ സ്വാമിമാരെല്ലാം കൂടെ പറഞ്ഞു, അത് അങ്ങയോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അങ്ങയെ വിളിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചു എന്താണ് ഇത്, ആരാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു അസുരനുണ്ട്, രാവണൻ എന്നാണ് അയാളുടെ പേര്. രാവണൻ മഹാബലവാനും ശക്തിമാനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പടയാളികളിൽപ്പെട്ട പലരും അസുരന്മാരും ഇവിടെ വന്ന സ്വാത്വികന്മാരായിരിക്കുന്ന സാധുക്കളായിരിക്കുന്ന സന്യാസിമാരെ കൊന്നു തിന്നിട്ട് പോകുന്നിടമാണ്. അവരുടെ എല്ലും കഷ്ണങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലായി തന്നെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുവഴി വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആശ്രമമൊക്കെ കയറി കണ്ടിട്ട് പോകാൻ പറയുമോ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉടനെ സ്വാമിമാരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്തിനാണോ എന്നെ ഇത് കാണിക്കാനായി ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ള ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കും ഞാൻ എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ശ്രീരാമചന്ദ്രൻ സുധീഷ്ണാശ്രമത്തിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ സുധീഷ്ണാശ്രമത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ തന്നെ സുധീഷ്ണ മഹർഷി ഇവരെ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഓടിച്ചെന്ന് ഇവരെ പാദങ്ങളെ നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ മുത്തശ്ശി മടികൾ നഷ്ടമായോ? അവരിലേക്ക് എത്തി നോക്കൂ, പ്രതിഫലം യൂട്യൂബ് ചിന്തകൾ ഹിന്ദു നിമിത്തങ്ങളായി എത്തുന്നവർ, നമസ്തേ ദേവി മഹാമായേ ശരണം. അതെ, തീർച്ചയായിട്ടും അങ്ങ് ഹരിദാസ് ജി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കുട്ടികൾ ഇന്ന് മുത്തശ്ശിമാരില്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. ഉള്ള മുത്തശ്ശിമാരൊന്നും ഇന്ന് കഥകൾ പറഞ്ഞു തരാനുമില്ല. ആ മുത്തശ്ശിമാര് ഒന്നുമില്ലാതെ ഇരിക്കുന്ന, കാലാനുസൃതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ, ഇല്ലേ? പണ്ട് പോയി നമ്മൾ പഠിച്ചിരുന്ന സാഹചര്യമല്ല. ഇപ്പം നമ്മൾ പണ്ടാണെങ്കിൽ കല്യാണത്തിന് ക്ഷണിക്കുന്നത് എല്ലാ വീടുകളിലും പോയി ക്ഷണിക്കുമായിരുന്നു, ഇല്ലേ? ഇപ്പം നമ്മളതെന്ത് ചെയ്യും, അതൊരു PDF ആക്കിയിട്ട് എന്ത് ചെയ്യും, കല്യാണക്കുറിയൊക്കെ ഇപ്പോൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ചിന്തകളും ഹിന്ദു എന്ന അങ്ങ് എന്ത് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വളരെ പോസിറ്റീവായിട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായിരുന്നാലും അങ്ങ് പറഞ്ഞൊരു കാര്യം, മുത്തശ്ശിമാരുടെ മടികൾ, ഞാനിരുന്ന് മുത്തശ്ശിയുടെ മടിയിൽ ഇരുന്നൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള ആളാണ്. അമ്മയുടെ മടിയിൽ ഇരുന്ന് കേൾക്കുകയും ഒരുപാട് നാമങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും അത് ഓർമ്മ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു വരും തലമുറയ്ക്കൊന്നും അതിനോടൊന്നും താല്പര്യങ്ങളില്ലാതെ വരുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഇപ്പോഴും ഇതൊക്കെ കാണുന്ന ഏകദേശം ഇപ്പോൾ 13 പേര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഈ കാണുന്നവരെല്ലാം ഈ കഥകളെല്ലാം അറിയാവുന്നവർ തന്നെയാണ്. അങ്ങേപോലെ തന്നെ എല്ലാവർക്കും കഥകൾ അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ നമ്മളിത് പഠിക്കാനോ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിർബന്ധമായി ഇതൊക്കെ ചെയ്യണം എന്ന് പറയിക്കുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. എല്ലാ സഹോദരന്മാരൊക്കെ ക്രിസ്തീയ വിഭാഗത്തിലെയും മുസ്ലിം സഹോദരന്മാരും ഒക്കെ അവരവരുടെ മതത്തെ കൃത്യമായി അവർ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സാഹചര്യങ്ങളില്ലാത്തതല്ല, അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മാറി വരട്ടെ, മാറുവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ദേവി മഹാമായി ശരണം, നല്ലതാവട്ടെ, ശുഭവസ്തു എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ സുധീഷ്ണാശ്രമത്തിലേക്ക് അതെ അല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ചർച്ചയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾക്കും ബോധമാവുന്നതേ.
ഇപ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മളിൽ ഉള്ളവർ എത്രയോ പേര് ആ ആ ഹരിജിയുടെ ആ വാക്കുകൊണ്ട് നമ്മൾ എത്ര അല്പസമയമെങ്കിലും ആ മടിയിലേക്ക് പോയി കിടന്നവരാണ് ഇല്ലേ. ഒന്നൊരല്പനേരം മടിയിൽ പോയി കിടന്നു, നമ്മളോട് കഥകൾ പറഞ്ഞു തന്നു, നമ്മുടെ അടുക്കൽ നമ്മളെ വിളിച്ചിരുത്തി അവരുടെ മടിയിൽ നമ്മളെ കിടത്തി തലയൊക്കെ ഇങ്ങനെ ഒന്ന് തടവിക്കൊണ്ട് നമ്മളോട് എത്രയോ കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നിട്ടുണ്ടല്ലേ. എത്രയോ നല്ല പാട്ടുകൾ പാടി തന്നിട്ടുണ്ട്. അവർക്കൊരു മണമുണ്ടായിരുന്നു അല്ലേ. അവർക്ക് അവരുടേതായ, നമ്മൾ പറയല്ലോ ഈ ഇപ്പോഴത്തെ ഈ തൈലത്തിന് മുക്കൂട്ടെന്ന് പണ്ട് പറയുമായിരുന്നു. ഈ മുക്കൂട്ടിൻ്റെ മണവും മുക്കൂട്ട് ദേഹത്ത് തേച്ച് പയറുപൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളി ചതച്ച് അത് ദേഹത്ത് തേച്ച് കുളിക്കുന്ന ഒരമ്മമാരുടെ കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതിന് അവർക്കൊരു പ്രത്യേക മണമാണ്. അവരുടെ വസ്ത്രത്തിന് പോലും അവരുടെ വിയർപ്പിന് പോലും ഒരു മണമല്ല, അതിനൊരു സുഗന്ധമായിരുന്നു എന്ന് പറയും. ആ സുഗന്ധത്തിന് തുല്യമായിട്ട് വെക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നുള്ളതാണ്. ആ സുഗന്ധം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇല്ലേ. നമുക്കത് ഒന്നുകൂടി ഓർത്തെടുക്കാൻ വലിയ പ്രയാസമാണെങ്കിൽ പോലും ആ ഒരു മണത്തെ നമ്മൾ അറിയാതെയെങ്കിൽ പോലും ഇല്ലേ. ചിലപ്പോൾ ചില തൈലമൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരെ ഒന്ന് നമ്മൾ ഓർത്തു പോകും. എൻ്റെ മുത്തശ്ശി ഇങ്ങനെ ആയിരുന്നു. ഈ നന്നായിട്ട് തൈലമൊക്കെ തേച്ച് പയറുപൊടി ഇട്ടേ കുളിക്കത്തുള്ളായിരുന്നു. 8 പ്രസവിച്ച ആളാണ്. അതിൽ 6 മക്കളും ഉണ്ട്. അപ്പം എന്നിട്ട് മുളക് പൊടി തണ്ടില്ലേ, കുരുമുളകിൻ്റെ ആ വള്ളി അത് കൊണ്ടുവന്ന് മടക്കി അത് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ടാണ് കുളിക്കുന്നത്. കുളിക്കുമ്പോൾ പയറുപൊടി ഇട്ട് ഇതിട്ടാണ് ദേഹം തേച്ച് കഴുകുന്നത്. ഒരു അസുഖങ്ങളോ, ഒരു പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നിനും ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. സുഖമരണവുമായിരുന്നു. ഇപ്പം എന്തായിരുന്നാലും അത് ആ ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയത് അങ്ങയുടെ ആ വാക്ക് വളരെ സന്തോഷമുണ്ട് അല്ലേ. നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മുത്തശ്ശിയുടെ മടിയിൽ പോയി കിടന്ന് അവരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാൻ നമുക്ക് കിട്ടിയ ഒരുപാട് നല്ല ദിവസങ്ങൾ ഇല്ലേ. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് ആ ഭാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാലാനുസൃതമായി മാറിയത് ഇല്ലേ. ആ സമയത്ത് അമ്മൂമ്മമാരുടെ മടിയിൽ ചെന്ന് കിടന്നുകൊണ്ടിരുന്ന അച്ഛനും അമ്മയൊക്കെ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മളെ സമാധാനിപ്പിച്ചിരുന്ന, നമ്മളോടൊപ്പം നിന്നിരുന്ന അല്ലേ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നമ്മുടെ ചങ്കായിരുന്ന മുത്തശ്ശിമാർ. ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അതെല്ലാം ഒരുപാട് ദൂരെയാണ് ഇല്ലേ. ഇനി അടുത്ത തലമുറ, ഇപ്പം നമ്മളൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയാവുന്ന സമയത്ത് നമ്മൾ അതിനേക്കാൾ ദൂരെയായിരിക്കും നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൊച്ചുമക്കൾ ഇല്ലേ. എന്തായിക്കൊള്ളട്ടെ. എന്തായാലും നമുക്ക് ആ സുധീഷ്ണാശ്രമം നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇല്ലേ. ഇനി അങ്ങോട്ടത് പോകത്തില്ല. സുധീഷ്ണാശ്രമത്തിലോട്ട് കയറിപ്പോകാൻ പാടാം നമുക്കന്നേരം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നാളെ ആ വിഷയം ചർച്ച ചെയ്യാം. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള, ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഹരിദാസിക്ക് ഒരുപാട് നന്ദി. ഈ ഒരു അല്പസമയമെങ്കിലും നമ്മളെ ആ ഒരു വലിയ തലത്തിലേക്ക്, അങ്ങയുടെ ഒരു വാക്കിന് അത്രമാത്രം ഒരു വലിയ തലത്തിലേക്ക് എത്തിപ്പിക്കാൻ സാധിച്ചതിന് എന്തായിരുന്നാലും നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാൾ നല്ലൊരു വിഷയത്തിലേക്ക് നമുക്ക് ചെന്നെത്താം. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കും ഇഞ്ച ചതച്ചത്, അതെ, ഇഞ്ചയൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. മുളകൊടിത്തണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇഞ്ചയും എടുക്കുമായിരുന്നു. ഇഞ്ചയൊക്കെ ആകുമ്പോൾ അതൊക്കെ പണ്ടുകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് ഇഞ്ചയൊക്കെ കൊണ്ടുവന്ന് ചതച്ച വീടുകളിലൊക്കെ പലയിടത്തും ഉണ്ടാകുമായിരുന്നു. പക്ഷേ മുളകൊടിത്തണ്ടായിരുന്നു ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ ദേഹമൊക്കെ ചൊറിയുന്ന സമയത്ത് നമുക്ക് വേപ്പലയൊക്കെ ഇട്ട വെള്ളം കൊണ്ട് നമ്മളെ കുളിപ്പിക്കുമ്പോൾ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖങ്ങളൊക്കെ പണ്ട് വരുമായിരുന്ന രോഗമായിരുന്നു കരപ്പൻ എന്ന് പറയുന്ന. എനിക്കൊക്കെ വന്നിട്ടുണ്ട്. കരപ്പനൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളെ കുളിപ്പിക്കുന്നത്. അന്നേരമൊക്കെ നമ്മൾ അലറി കരയുന്ന സമയമാണ്. പക്ഷെ എങ്കിൽ പോലും അതെല്ലാം മാറി നമ്മുടെ ഒരു തൊലിപ്പുറത്തിനൊരു ഒരു പ്രതിരോധം ശേഷി ഉണ്ടാക്കിയെടുക്കാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇപ്പം ആകെ ഇഞ്ച ഉപയോഗിക്കുന്നത് അമ്പലങ്ങളിൽ മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇഞ്ച ഇട്ട് കുളിക്കാറേ ഇല്ല. അവർക്ക് അത് കാണുന്ന പോലും, അതിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമല്ലെന്ന് അവർ പറയുന്നത്, ഇല്ലേ? അതൊക്കെ പോട്ടെ. എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകും. എന്തായിരുന്നാലും നമുക്ക് ഇനിയും അടുത്ത ഒരു ദിവസം നാളെ തന്നെ നമുക്ക് വിഷയങ്ങളിലേക്ക് എത്താം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി, സുഖനിദ്ര. ഭരതൻ ഉറങ്ങാൻ സമയമായി. ആദ്യമേ ഭരതൻ അങ്ങ് പറഞ്ഞു ശുഭരാത്രി, സുഖനിദ്ര. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നല്ല ശുഭരാത്രി, സുഖനിദ്ര. നമസ്കാരം.